പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 1-ാം ക്ലാസ് ദീനിയാത്ത് വൽ അഖ്ലാഖ് വൽ ഇംലാ, ഈ പരീക്ഷയ്ക്ക് കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്? ദീനിയാത്ത് വൽ അഖ്ലാഖ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇംലായിൽ എന്തൊക്കെയാണ് വരിക? തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയും കുട്ടികൾക്ക് ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ മാസം 29-ാം തീയതി വ്യാഴാഴ്ചയാണ് ഈ പരീക്ഷ നടക്കുന്നത്. ദീനിയാത്ത്, അഖ്ലാഖ്, ഇംലാ എന്നീ പ്രധാന 3 വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ദീനിയാത്ത് നമുക്കൊക്കെ അറിയാം, കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ദീനീപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ അഖ്ലാഖ്, സ്വഭാവപരമായ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മദ്രസയിൽ നിന്ന് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കും. ആ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ, ദീനീപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക എന്നതാണ് ഈ ദീനിയാത്ത് വൽ അഖ്ലാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പേപ്പറിൻ്റെ തന്നെ താഴെയായി ഇംലാ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്, അഥവാ കേട്ടെഴുത്ത്. തഫീമു തിലാവ 1-ാം ഭാഗത്തിൽ നിന്നും 2-ാം ഭാഗത്തിൽ നിന്നും ദുറൂസ് അറബി മലയാള പാഠപുസ്തകങ്ങളിൽ നിന്നും കുട്ടികൾ പഠിച്ച വേർഡുകൾ, പദങ്ങൾ, വാക്കുകളൊക്കെയാണ് അതിൽ കേട്ടെഴുത്തായി ചോദിക്കുക. ഒരിക്കലും ഏതാണ് അല്ലെങ്കിൽ ഇന്നതാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ വാക്കുകളും കുട്ടികൾക്ക് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ദീനിയാത്ത് വൽ അഖ്ലാഖ് 50 മാർക്കിനും ഇംലാ 50 മാർക്കിനും ഇങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക. ദീനിയാത്ത് വൽ അഖ്ലാഖിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കാം. കുട്ടികളോട് ചോദിക്കാം എന്നതിന് താഴെ നിങ്ങൾക്ക് 7 ചോദ്യങ്ങൾ കാണാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം എന്തു പറയണം എന്നാണ് ചോദ്യം. ഇപ്പോൾ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ആ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. രണ്ടാമത്തത്, നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ആരാധനയ്ക്ക് അർഹൻ ആരാണ്? ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? ആ ആരാധന സ്വീകരിക്കാൻ പറ്റുന്ന അർഹനായിട്ടുള്ള വ്യക്തി ആരാണ്? അത് അള്ളാഹു മാത്രമാണ്. മൂന്നാമത്തത്, ചീത്ത കൂട്ടുകാരോട് നാം സഹവസിക്കരുത്. നാം സഹവസിക്കണം ആരോട്? നല്ല കൂട്ടുകാരോടാണ് നമ്മൾ സഹവസിക്കേണ്ടത്. 4. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജനിച്ചു, എന്നാൽ വഫാത്തായതെവിടെ? ജനിച്ചത് മക്കയിലാണ്, മരണപ്പെട്ടത്, വഫാത്തായതെവിടെയാണ്? മദീനയിലാണ്. 5. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ്, എന്നാൽ പിതാവിൻ്റെ പേര് പറയാമോ, ഉപ്പയുടെ പേര് പറയാമോ? അബ്ദുള്ള എന്നാണ്. 6. നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത് പിതാവാണ്, അപ്പോൾ ഉപ്പയാണ് നമുക്ക് പുസ്തകമൊക്കെ വാങ്ങിത്തരുന്നത്. എന്നാൽ അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? അത് ഉസ്താദാണ്. 7. നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, എന്നാൽ നമ്മെ പ്രസവിച്ചതാരാണ്? ഉമ്മയാണ്. ഓരോ ചോദ്യത്തിനും ലഭിക്കാവുന്ന മാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ നേരെ കൊടുത്തതായിട്ട് കാണാൻ കഴിയും. ഇതുപോലെ ദീനിയാത്ത് വൽ അഖ്ലാഖിൽ 7-8 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. 50 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാതെയായി പോയാൽ നല്ലൊരു മാർക്ക് കുട്ടികൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. നിങ്ങളെ മദ്രസയിലെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുക, കുട്ടികളോട് ചോദിക്കുക. പുറമെ ടെക്സ്റ്റ് മെസ്സേജായിട്ട് മദ്രസ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ച് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഇതിൽ തന്നെ പല ഉപചോദ്യങ്ങളും വന്നിട്ടുണ്ട്. നബി ജനിച്ചത് മക്കയിലാണ്, മരണപ്പെട്ടതാണ് ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിലൂടെ തന്നെ കുട്ടി ജനിച്ച സ്ഥലം മനസ്സിലാക്കുകയാണ്. ഉമ്മ ആമിനയാണെന്ന് പഠിച്ചതിന് ശേഷമാണ് ഉപ്പ അബ്ദുള്ളയാണ് എന്ന ചോദ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്രധാനപ്പെട്ട ദീനീപരമായിട്ടുള്ളതും സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുക. ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഇംലാ എന്ന ഭാഗം. അതിൻ്റെ വലത്ത് ഭാഗത്ത് തഫീമു തിലാവ എന്ന് നൽകിയിട്ടുണ്ട്, ഇടത്ത് ഭാഗത്ത് ദുറൂസ് അറബി മലയാളം എന്ന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തഫീമു തിലാവയിൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓറലുൻ
എന്ന ഒരു പദമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിഹുൻ, മുഅജ്ജലുൻ, ഇസ്തസാദ എന്നീ 4 വേർഡുകളാണ്. ഈ 4 വേർഡുകളും നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്നുള്ളത് തന്നെയാണ്, പുറമേ നിന്ന് ചോദിച്ചിട്ടില്ല. നമ്മൾ പാഠഭാഗങ്ങളിൽ മെയിൻ ഹെഡിങ്ങിന് താഴെയായി പഠിച്ച പല വേർഡുകളുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി ദുറൂസ് അറബി മലയാളത്തിലേക്ക് വരുമ്പോൾ ഛേദിച്ചു എന്ന ഒരു വേർഡാണ് ആദ്യം നൽകിയിട്ടുള്ളത്. 8 മാർക്കാണ് അതിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വേർഡുകളൊക്കെ കുട്ടികൾക്ക് എഴുതാൻ അറിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിന് താഴെ ഡോക്ടർ എന്ന ഒരു പദമാണ്, അതിൻ്റെ താഴെ അക്ഷരം എന്നുള്ള വേർഡ്. അപ്പോൾ ഇങ്ങനെ 3 വേർഡുകളാണ്, 3 പദങ്ങളാണ് ദുറൂസ് അറബി മലയാളത്തിൽ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക തഫ്ഹീമു തിലാവയിൽ നിന്ന് തന്നെയാണ്. ദുറൂസ് അറബി മലയാളത്തിൽ നിന്ന് ചോദ്യങ്ങൾ കുറവായിരിക്കും എന്നു കരുതി പഠിപ്പിക്കാതിരിക്കരുത്. നല്ലോണം പാഠഭാഗത്തിൽ വന്ന വേർഡുകളൊക്കെ കുട്ടികളെ കൊണ്ട് പറഞ്ഞ് എഴുതിപ്പിക്കുക. ഈ 3 വേർഡുകളും ഇതുപോലെ തന്നെ ദുറൂസ് അറബി മലയാളം പാഠപുസ്തകത്തിൽ ഉള്ളത് തന്നെയാണ്, പുറമേ നിന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ അക്ഷരങ്ങളൊക്കെ കൃത്യമായി എഴുതുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും പിഴവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഈ ഒരു വിഷയത്തിൽ ലഭിക്കാനുള്ള മുഴുവൻ മാർക്കും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ ഒരു വാർഷിക പരീക്ഷയെ നമ്മൾ പ്രധാനമായി തന്നെ കാണുക. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ കേട്ടെഴുത്ത് എടുത്ത് ശീലമുണ്ടാക്കിയെടുക്കണം. എങ്കിലാണ് ഇതുപോലത്തെ പരീക്ഷയ്ക്ക് അവർക്ക് എളുപ്പം എഴുതാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്നൊരു കേട്ടെഴുത്ത് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ എഴുതാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേട്ടെഴുത്ത് എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനോടുള്ള ഒരു ഭയം പോയി കിട്ടും. അത് അവർക്ക് നല്ല മാർക്ക് നേടാൻ കാരണമാകും. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മളിത് ശീലിപ്പിക്കേണ്ടതായിരുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തഫ്ഹീമു തിലാവയിൽ നിന്നും ദുറൂസ് അറബി മലയാളങ്ങളിൽ നിന്നൊക്കെ വേർഡുകളും അക്ഷരങ്ങളും, ദുറൂസ് അറബി മലയാളങ്ങളിലൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ നമുക്ക് തന്നെ പ്രയാസമുള്ള വേർഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടെഴുത്തെടുത്ത് അവർക്ക് ശീലിപ്പിക്കണം. ചിലപ്പോൾ ഈ ദുറൂസ് അറബി മലയാളത്തിൽ അക്ഷരങ്ങൾ തന്നെ കേട്ടെഴുത്തിന് വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയാതെ ആയി പോകരുത്, അത് നമ്മുടെ കുട്ടികളെ മാർക്കിനെ ബാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ നല്ല ദുറൂസ് അറബി മലയാളത്തിൻ്റെയും തഫ്ഹീമു തിലാവയുടെ ഒക്കെ ദീനിയാത്തിൻ്റെയും ഇംലാൻ്റെ ഒക്കെ ചോദ്യ പേപ്പർ നമ്മുടെ ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടുത്തണം. പെട്ടെന്ന് റെഡിയാക്കുന്നത് കൊണ്ടുള്ള ചെറിയ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും ചോദ്യങ്ങളിൽ നമുക്ക് പരിഹരിക്കാം, ചോദ്യപേപ്പറിൽ നമുക്ക് പരിഹരിക്കാം. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് കമൻറ്റിലൂടെ താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ എഴുതി അറിയിക്കാനും, അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടാനും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.